കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഇന്നലകളിൽ തിരിഞ്ഞു നോക്കൂ, സ്വയം വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ദൈവം കൊണ്ടുവന്നതല്ലേ, ദൈവം നടത്തിയതല്ലേ. കരത്തിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? ഒഴുകിപ്പോകുന്ന ഒത്തിരി സന്ദർഭങ്ങളിൽ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയപ്പോഴും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ്, ഞാൻ അൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ് എന്ന് പറഞ്ഞ്, സകല ജഡത്തിൻ്റെ മേലും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽപ്പീൻ എന്ന് കേൾപ്പിച്ച ശ്രേഷ്ഠ ശബ്ദവും നമ്മളെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ചില്ലേ? സ്വന്തം കഴിവുകൊണ്ടാണോ നമ്മൾ നിന്നത്? അല്ല, എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. സാഹചര്യങ്ങൾ അനേകം നമുക്കെതിരായി നിന്നപ്പോഴും, നട്ടം തിരിയുന്ന അനുഭവങ്ങൾ ഓടിപ്പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചപ്പോഴും, കാലുകളെ അല്ലെങ്കിൽ പാതകളെ യഥാസ്ഥാനത്താക്കി ആ പാറമേൽ ഉറപ്പിച്ചു നിർത്തി ഗമനത്തെ സ്ഥിരമാക്കിയെങ്കിൽ പാട്ടുകൾ പാടുക, ദൈവത്തെ സ്തുതിക്കുക, മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടുക, ജീവകാലത്തൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വൃദ്ധന്മാരും ബാലന്മാരും യുവാക്കളും യുവതികളും ഇവരെല്ലാം യഹോവയെ സ്തുതിക്കണം. യഹോവയുടെ നാമം പരിശുദ്ധമാണ്. യഹോവയുടെ നാമം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കൽപ്പനകൾ നിർമ്മലമായതാണ്. അതനുഷ്ഠിക്കുവാൻ, അതാചരിക്കുവാൻ, അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാൻ ആര് തയ്യാറുണ്ട്? അവരെ ഈ പകലിലും സഹായിക്കാൻ എൻ്റെ ദൈവം കൂടെയുണ്ട്. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ, ഏത് കാലഘട്ടത്തിലും സഹായിക്കാനും സംരക്ഷിക്കാനും കരുതാമെന്നും പറഞ്ഞത് നമ്മുടെ സർവശക്തനായ കർത്താവ് മാത്രമാണ്. ആ ഒരു ഉറപ്പ് എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. ഒരു നോർമൽ ഉറപ്പല്ല, ആഴമായ ഒരു ഉറപ്പ്. എല്ലായ്പ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞ, ശക്തീകരിക്കാമെന്ന് പറഞ്ഞ ആ ദൈവം എൻ്റെ കൂടെ ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും, ജീവപര്യന്തം ഉണ്ടാകും. ഭക്തന്മാരൊക്കെ അങ്ങനെ പറയും, ഈ ദൈവം എന്ന് വന്നേക്കും, ഞങ്ങളുടെ ദൈവം ജീവപര്യന്തം വഴി നടത്തും. ദാവീദ് അതുകൊണ്ടാണ് ഉറപ്പായിട്ട് മറ്റൊരു സംഘത്തിന് 16 പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. 16 പറയുന്നു, അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവം എൻ്റെ ശക്തി കേന്ദ്രമാണ്, അതുകൊണ്ട് കുലുങ്ങിപ്പോകത്തില്ല. കുലുക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ പ്രതികൂലമായി തനിക്കെതിരെ വന്നപ്പോഴും, അകത്തു നിന്നും പുറത്തു നിന്നും ഭീഷണികളും ഏഷണികളും വന്ന വേദനയോടെ കിദ്രോൻതോട് കടന്നപ്പോഴും, നീജാ പോപോ എന്ന് പറഞ്ഞ പൂഴിമണ്ണ് വാരിയിട്ട് ശപിച്ചപ്പോഴും, സ്വന്തം മകൻ തനിക്കെതിരായി നിന്നപ്പോഴും, മലകൾ ചവിട്ടിക്കയറിയപ്പോഴും, ചെരുപ്പിടാതെ നടക്കേണ്ടി വന്നപ്പോഴും, കരച്ചിൻ്റെ ആധിക്യം കൂടിയപ്പോഴും, തൻ്റെ അകത്ത് വന്ന ഓരോ ശബ്ദങ്ങളും, ദൈവമേ അങ്ങൻ്റെ ദൈവം, ഞാനങ്ങേ അന്വേഷിക്കും. ഹുദാ മരുഭൂമിയുടെ അനുഭവം വന്നപ്പോഴും, എനിക്കൊരു ദൈവമുണ്ട്, ഈ മരുഭൂമിയിൽ ഞാൻ അന്വേഷിക്കുന്നത് അങ്ങയുടെ മുഖമാണ് എന്ന് പ്രഖ്യാപനം ചെയ്യുന്നതിൻ്റെ മുമ്പിൽ ദാവീദിന് ഉറപ്പുണ്ട്, എൻ്റെ ദൈവം ഒരു ദിവസം മാത്രമല്ല, എല്ലാ കാലത്തും എൻ്റെ ദൈവമാണ്. ആ ഒരു ചിന്ത എല്ലാ സമയത്തും നമ്മളെ ഭരിക്കാനിടയായിത്തീർന്നു. എസ്രായുടെ പുസ്തകം 1:8 നമുക്ക് സുപരിതമാണ്.
പഴ്സി രാജാവായ കോരേഷ് ഭണ്ഡാര വിചാരകനായ മിത്രോദാത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു. യഹൂദ പ്രഭുവായ ഷേബ്ബസരിന് എണ്ണിക്കൊടുപ്പിച്ചു. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിലിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ നെബൂഖദ്നേസർ രാജാവ് എടുത്ത് തൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ഷിനാർ ദേശത്ത് കൊണ്ടുവച്ചു. വർഷങ്ങളായി അതൊരു ഇരുട്ട് റൂമിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അത് വെളിച്ചം കാണുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. ആലയത്തിനകത്തിരുന്ന പാത്രങ്ങൾ ഇപ്പോൾ ഇരുട്ട് റൂമിലാണ്. ആലയത്തിൻ്റെ ശോഭ അനുഭവിക്കേണ്ട, തേജസ് അനുഭവിക്കേണ്ട, അക്ഷരീകമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട, ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ടത് പലതും ഇരുട്ടിലേക്ക് മാറ്റപ്പെടുകയാണ്. വർഷങ്ങളായി ഇരുളിവരെ മൂടിയിരിക്കുന്നു. താമ്രം കൊണ്ടുള്ള ഡോറുകൾ കൊണ്ട് പൂട്ടി അത് സേഫാക്കി വച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പുറത്ത് ദൈവം ഒരു കോരശിനെ അഭിഷേകം ചെയ്യുകയാണ്. വാഗ്ദത്തങ്ങളെ പുറത്തെടുപ്പിക്കാൻ, ഇരുട്ട് റൂമിൻ്റെ സകല ബാന്ധവങ്ങളെയും പൊട്ടിച്ചെറിയാൻ, വാഗ്ദത്തമുള്ള ചില തലമുറകളെ ഇരുട്ട് റൂമിനകത്തേക്ക് മാറ്റി, ചില കുടുംബങ്ങളെ ഇരുട്ടിനകത്താക്കി വാഗ്ദത്തങ്ങളെ നശിപ്പിക്കുമെന്ന് വാദിച്ച വാദങ്ങളെ കണ്ടിട്ട് എൻ്റെ ദൈവം അടങ്ങിയിരുന്നില്ല. ദൈവം ഒരു കോരശനെ സമയമായി എഴുന്നേൽപ്പിച്ചു. കോരശിനെ അഭിഷേകം ചെയ്തു. തമ്മുറക്കഥകളെ തകർത്തുകൊണ്ട്, ഇരുമ്പൊടാമ്പലുകളെ ഖണ്ഡിച്ചുകൊണ്ട് അവിടെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്. എൻ്റെ ചിന്താവിഷയം അതല്ല. അങ്ങനെ ഈ പഴ്സി രാജാവായ കോരഷ് ഭണ്ഡാര വിചാരകനായ മിത്രോദാത്ത് മുഖാന്തരം ഈ പാത്രത്തെ പുറത്തേക്കെടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നാളുകൾ ഇരുട്ടിലുള്ളതിനെ പരിശുദ്ധാത്മാവ് പുറത്തേക്കെടുപ്പിക്കുകയാണ്. യഹൂദ പ്രഭുവിൻ്റെ കയ്യിൽ എണ്ണിക്കൊടുപ്പിച്ചു. അവിടെ നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോയോ എണ്ണം പറഞ്ഞ് പരിശുദ്ധാത്മാവ് തിരിച്ചു നൽകാൻ പോകുകയാണ്. എണ്ണി തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. അഭിഷേകമുള്ളവർ ആത്മാവിൽ എണ്ണിച്ചിരുത് തിരിച്ചു പിടിക്കുന്ന രാത്രിയാകട്ടെ പകലാകട്ടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഈ പ്രഭാതത്തിൽ എണ്ണം പറഞ്ഞ ചില വിടുതലുകൾ തിരിച്ചു പിടിക്കണം. നാളുകൾ അടച്ചിട്ട വിടുതലുകൾ, പൂട്ടിച്ച വിടുതലുകൾ, ഓടിക്കാൻ ശ്രമിച്ച ചില വിടുതലുകൾ, നിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിയത് എണ്ണം പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ നിയോഗമുള്ള ചിലർ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ഒന്നും നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പുവരുത്തി എണ്ണി തിരിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ദൂതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാനൊരു ആത്മീക വെളിപ്പാടാണ് നിങ്ങളുമായി കൈമാറുന്നത്. എണ്ണിക്കൊടുപ്പിച്ചു. എത്ര എടുത്തോണ്ട് പോയോ ഒന്നുപോലും നഷ്ടമാകാതെ അത് തിട്ടപ്പെടുത്തി ക്ലിയറൻസ് വരുത്തി എല്ലാം തിരിച്ചു പിടിക്കാൻ ഈ പകൽ അഭിഷേകമുള്ള ചിലർ ആത്മനിയോഗത്തോടെ കുടുംബങ്ങൾ എഴുന്നേൽക്കണം. ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കണം. ദൈവസഭയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ, കുടുംബങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ വാഗ്ദത്ത സന്തതികളെ, വാഗ്ദത്തങ്ങളെ, അഭിഷേകമുള്ളതിനെ ഒക്കെ തിരിച്ചു പിടിക്കുവാൻ, തിരിച്ചു പിടിക്കുവാൻ നിന്റെ മേലും ജനറേഷൻ്റെ മേലും ദൈവസഭകളുടെ മേലുമുള്ള വാഗ്ദത്തങ്ങൾ നാളുകൾ വെളിച്ചം കാണിക്കാതെ മൂടപ്പെട്ട അവസ്ഥയിൽ എവിടെയാണ് എന്നറിയാതെ കുഴങ്ങുന്ന ചിലർ, അതിനി തിരിച്ചു കിട്ടുമോ എന്ന് പോലും ചിന്തിക്കുന്ന ചില പ്രോമിസുകൾ, ആ പ്രോമിസിന് കൈക്കലാക്കാൻ പറ്റില്ല. അഭിഷേകമുള്ള ചിലരെ ദൈവാത്മാവ് നിയോഗിക്കുകയാണ്. കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേൽക്കണം. അത് ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വിടുതലുകൾ, ദൈവസഭയുടെ വിടുതലുകൾ, തലമുറയുടെ വിടുതലുകൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിടുതൽ, എന്തൊക്കെ പിശാച് അടച്ചിട്ടോ അതിനെ
എണ്ണം പറഞ്ഞു തിരിച്ചു പിടിക്കുന്ന ഒരാത്മീക ദൂത് ഞാൻ ദൈവജനത്തിന് കൈമാറുകയാണ്. സീരിയസ് ആയിട്ട് ഈ സന്ദേശം ഏറ്റെടുക്കണം. ഞാൻ പ്രാർത്ഥനയിൽ അത് തിരിച്ചു പിടിക്കാൻ പോകുക. എണ്ണം പറഞ്ഞ് ഒന്നും അവിടെ കിടക്കരുത്, ഇനി ഒന്നും അവിടെ കിടക്കരുത്. കൺഫേം ചെയ്യണം, എല്ലാം തിരിച്ചു പിടിച്ചെന്ന് ഈ പകൽ ഉറപ്പ് വരുത്തുവാൻ ദൈവാത്മാവ് നിയോഗം കൈമാറുകയാണ്. എണ്ണം പറഞ്ഞ് ചിലത് തിരിച്ചു പിടിക്കുക, എണ്ണിയെടുപ്പിച്ചു കേട്ടോ. എത്ര എണ്ണം കൊണ്ടുപോയോ അതെല്ലാം വാഗ്ദത്തങ്ങളും ഈ പകൽ എണ്ണി തിരിച്ചെടുപ്പിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ട ചില ബന്ധങ്ങൾ ഈ പകൽ തിരിച്ചു വരാൻ പോകുക. വിളിച്ചു പറ, അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുക. നഷ്ടപ്പെട്ട ചില ജനറേഷൻ്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുക. അതിന് ഞാൻ ആത്മാവിൽ എഴുന്നേൽക്കുന്നു, ഞാൻ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുന്നു, ഞാൻ വിശ്വാസത്തോടെ എഴുന്നേൽക്കുന്നു. എൻ്റെ വാഗ്ദത്തങ്ങൾ വർഷങ്ങളായി എവിടൊക്കെയോ നഷ്ടപ്പെട്ടത് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ അഭിഷേകത്താൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിച്ച് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നൂടെ ദൈവം നിനക്ക് കാണിച്ചു തരും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിൻ്റെ വെളിപ്പാട് ഞങ്ങൾ ഇന്ന് പകൽ ജനത്തിന് കൈമാറുന്നു. അവർ അത് തിരിച്ചു പിടിക്കട്ടെ. ആത്മാവ് ചിലരെ അതിനുവേണ്ടി നിയോഗിക്കണമേ. എണ്ണം പറഞ്ഞ് എണ്ണിക്കൊടുത്ത് തിരിച്ചു പിടിക്കുവാൻ, ചിലതിനെ പുറപ്പെടുവിക്കുവാൻ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്താൽ ദൈവാത്മാവ് ചിലതിനെ ആത്മശക്തിയോടെ ചിലയിടത്തേക്ക് അയച്ചുകൊണ്ട് ചില കുടുംബങ്ങൾ കെട്ടപ്പെട്ട ചിലതിന് എണ്ണം പറഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ മൂവ് ചെയ്യാത്ത ചില വാഗ്ദത്തങ്ങളെ പുറത്തേക്ക് പുറപ്പെടുവിക്കാൻ അഭിഷേകമുള്ള ചിലരെ ദൈവാത്മാവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിത് ആത്മാവിൽ വിടുതലായി കാണുന്ന ഒരു ദൂതായി കർത്താവേ, ജനത്തിൻ്റെ മേൽ അത് പരിണമിക്കുന്നത് സ്തോത്രം ചെയ്യും. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, എണ്ണം പറഞ്ഞ് എണ്ണിത്തിട്ടപ്പെടുത്തി നഷ്ടപ്പെട്ട സകല വാഗ്ദത്തങ്ങളും അടച്ചിടപ്പെട്ടതും പുറത്തേക്കെടുപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാൻ ഈ പകൽ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിച്ചു.